ഗൈസ്, വെൽക്കം ടു കൊമേഴ്സ് സൈലം ലേണിംഗ്. ദിസ് ഈസ് DJ Viz. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന കൊമേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയെന്നുള്ളത്. ഒരുപക്ഷെ പല വീഡിയോസിലായിട്ടും പല ടീച്ചേഴ്സിന് എടുത്തുനിന്നാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊമേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോബ് സാധ്യതകളെ കുറിച്ച്, CA ആയിക്കോട്ടെ, ACC ആയിക്കോട്ടെ, MBA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, റൈറ്റ്? പക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സംശയമായിരിക്കാം, കൊമേഴ്സ് പഠിച്ചാൽ എന്തെങ്കിലും ഗവൺമെന്റ് ജോബുകൾ കിട്ടാൻ സാധ്യത അല്ലെ? ഇപ്പൊ ചില പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്രീം അവരുടെ മക്കൾക്ക് ഏതെങ്കിലും ഗവൺമെന്റ് ജോബ് കിട്ടണമെന്നാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും അല്ലെ എനിക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ജോബ് വേണം, എനിക്കൊരു ഗവൺമെന്റ് ജോബ് വേണം എന്നൊക്കെ ഡ്രീം ഉള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊമേഴ്സ് എടുത്താൽ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജോബ് സാധ്യത എനിക്ക് മുന്നിലുണ്ടോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അല്ല, അതിനെക്കുറിച്ച് നിങ്ങൾ അത്രയധികം ഫെമിലിയർ ആവാനായിട്ടുള്ള സാധ്യതയില്ല. ബട്ട് ഡെഫിനറ്റ്ലി കൊമേഴ്സ് പഠിച്ചാൽ ഒരുപാട് ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഡെഫിനറ്റ്ലി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്സ് പറയുമ്പോൾ തന്നെ അതെന്തോ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, ബിസിനസ് റിലേറ്റഡ് ആണ് എന്ന് മാത്രം ചിന്തിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചിന്ത നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൊമേഴ്സ് പഠിച്ചാൽ അങ്ങനെ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ജോബുകൾ മാത്രമല്ല, ഒരു പെർമനന്റ് ജോബ് കിട്ടി അധികം റിസ്ക് ഒന്നും എടുക്കണ്ട, എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ലൈഫ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കാത്തും എന്ത് ചെയ്യുന്നുണ്ട്, അവസരങ്ങൾ അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പൊ എന്താണ് കൊമേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ? അപ്പൊ ഗവൺമെന്റ് ജോബുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഒന്നാമത്തെ തന്നെ കിട്ടാൻ കുറച്ച് പാടാണ്. അത് ഈസി ആയിട്ട് കിട്ടുമെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എന്താണ്, നമുക്കതൊരു ഇമ്പോസിബിൾ ആയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, കോമ്പറ്റേറ്റീവ് ആണ്, ഒരുപാട് ആളുകൾ എക്സാംസ് എഴുതുന്നുണ്ടാകാം. അപ്പൊ അതിൽ കോമ്പീറ്റ് ചെയ്ത് നിങ്ങളത് ക്ലിയർ ചെയ്യുക എന്നൊരു കാര്യം അത്ര ഈസി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബേസിക്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ അല്ലെ? ഇറ്റ് ഓൾവേസ് സീം ഇമ്പോസിബിൾ അൻടിൽ ഇറ്റ് ഈസ് ഡൺ. ചെയ്ത് എടുക്കുന്നതോടെ വരെ അത് ഇമ്പോസിബിൾ ആയിട്ട് തോന്നും. ബട്ട് വൺസ് ഇറ്റ് ഈസ് ഡൺ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പൊ അത്ര ഈസി എന്നല്ലേ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ആ കൊമേഴ്സിൽ നമുക്ക് ആ ബേസിക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ആ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ അല്ലെ, നമ്മൾ ഇഷ്ടപ്പെട്ട അക്കൗണ്ടൻസിയും ഇക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസും എല്ലാം പഠിച്ചിട്ട് അതേ ഫീൽഡിൽ ആ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലൊരു ഹാപ്പിയാണ് അല്ലെ, ഒരു ഹാപ്പിനെസ് ആണ്. പഠിച്ച കാര്യം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പൊ നിങ്ങൾക്ക് അത് ഒരുപാട് ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ എന്താണ് ഗവൺമെന്റ് ജോബിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആണ് അല്ലെ. ഭയങ്കര റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജോബിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അല്ല, വർക്കിംഗ് ടൈം കുറവാണ്, ഒരുപാട് ലീവ് കാര്യങ്ങൾ കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ആൻഡ് അതിലൊക്കെ ഉപരിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തുണ്ട്, സേഫ് ആൻഡ് സെക്യൂർ ആണ് അല്ലെ. ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയാൽ ഇപ്പൊ പ്രൈവറ്റ് സെക്ടറിൽ ജോലിയിലോട്ട് കയറുന്ന സമയത്ത് എത്ര നാളെ ജോബ് എന്നൊരു കാര്യം ക്വസ്റ്റൻ ആണ്. ഏത് സമയത്ത് ഒരു കമ്പനിക്ക് നിങ്ങളെ പിരിച്ചുവിടാം. ഓക്കെ, പക്ഷെ ഒരു ഗവൺമെന്റ് ജോബിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സേഫ് ആൻഡ് സെക്യൂർ ആണ്. റിട്ടയർമെന്റ് വരെയിരിക്കാം, റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ കാര്യങ്ങളുണ്ട്. ആൻഡ് ജോബ് ചെയ്യുന്ന സമയത്ത് അല്ലെ ഒരുപാട് ലീവ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് 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 ബെനിഫിറ്റ്സ് ഉള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സ്മൂത്ത് ആയിട്ട് ലൈഫ് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഗവൺമെന്റ് ജോബ്. അപ്പൊ എന്താണ് കൊമേഴ്സുകാരെ കാത്തിരിക്കുന്ന ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മൾ കേരളത്തിലെ എക്സാംസ് നോക്കണമെങ്കിൽ കേരളത്തിൽ മെയിനായിട്ട് ഗവൺമെന്റ് എക്സാംസ് നടത്തുന്ന ആരാണ്? കേരള PSC ആണ് എക്സാംസ് നടത്തുന്നത് അല്ലെ. അപ്പൊ PSC എക്സാംസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടന്റ് ഓഫീസർ ആയിക്കോട്ടെ, കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ, ജൂനിയർ അക്കൗണ്ടന്റ്, ക്ലർക്ക്, വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ ക്ലർക്കൽ പോസ്റ്റുകൾ, ആൻഡ് ദെൻ ഓഡിറ്റ് അസിസ്റ്റന്റ്, ഇതെല്ലാം കൊമേഴ്സുകാരെ കാത്തിരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ ഇതിനെല്ലാം എക്സാംസ് നടത്താറുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ നമുക്ക് BCom ഡിഗ്രി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, +2 ശേഷം അല്ലെ +1 +2 നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്നു, അതിനുശേഷം നിങ്ങൾ BCom നിങ്ങൾ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ BCom ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. കേരള PSC എക്സാംസ് ആണ് എന്ത് ചെയ്ത്, കേരള PSC ആണ് ഈ എക്സാംസ് നടത്താറായിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പൊ BCom ഒക്കെ പഠിക്കുന്ന കൂടത്ത് നിങ്ങൾ ഇതിന്റെ ഒരു കോച്ചിങ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ എക്സാംസ് നിങ്ങൾക്ക് എഴുതി നോക്കാനായിട്ട് സാധിക്കും. ആൻഡ് തന്നെ ഇതെല്ലാം അക്കൗണ്ടൻസി കാര്യങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ കൊമേഴ്സ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഡെഫിനറ്റ്ലി ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അക്കൗണ്ടൻസി കാര്യങ്ങൾ അറിഞ്ഞിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ കിട്ടുന്ന ഒരു ജോബിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കാൻ പറ്റും, ആ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ ആണ് അല്ലെ, ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇങ്ങനെ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരള PSC നടത്തുന്ന എക്സാംസ് എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ +1 +2 കൊമേഴ്സ് കഴിഞ്ഞ ഒരു BCom കഴിഞ്ഞ് ഡിഗ്രി എടുത്ത ശേഷം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഗവൺമെന്റ് എക്സാംസ് ആണ് കേരള PSC. അപ്പൊ കേരളത്തിൽ തന്നെ ലൈഫ് സെറ്റിൽ നിങ്ങൾ കേരളത്തിന്റെ ഒരു വൈബ് വേറെ എവിടെ കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുണ്ട്. ചില ആളുകൾ ശ്രമിച്ച് എബ്രോഡ് പോകാനാണ് താല്പര്യം, ചില ആളുകൾ ശ്രമിച്ച് കേരളത്തിൽ തന്നെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി കൊമേഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സാംസ് കൂടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് കേരളത്തിൽ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കാത്തിരിപ്പുണ്ട്. ഇനി
സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഹൈലി സാലറി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മെയിൻ ആയിട്ട് SSC എക്സാംസ് ആണ് നടത്താറായിട്ടുള്ളത്. അപ്പം അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അക്കൗണ്ടന്റ്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൊമേഴ്സ് മേഖലയിൽ അല്ലെ കൊമേഴ്സിനെ കുറിച്ച് ബേസിക്സ് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, കൊമേഴ്സിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകളാണ്. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് അവിടെ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ എക്സാംസ് കാര്യങ്ങൾ നടത്താറുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരുന്ന സമയത്ത് എക്സാംസിന് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. എക്സാം ആക്ച്വലി നിങ്ങൾ കോച്ചിങ് എടുക്കണം കേട്ടോ. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നുണ്ട്, കോച്ചിങ് എടുത്ത് കോമ്പറ്റേറ്റീവ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സിവിൽ സർവീസ് എക്സാം ഡെഫിനറ്റ്ലി കുറേ അധികം ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്ത് സിവിൽ സർവീസ് എക്സാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സിവിൽ സർവീസ് എക്സാമിലോട്ട് വരുന്ന സമയത്ത് സിവിൽ സർവീസ് എടുക്കണം, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോഴും നിങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ള ആളുകളാണ്, എനിക്ക് സിവിൽ സർവീസ് ആണ് ട്രൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർ ഞാൻ വീണ്ടും പറയണം, നിങ്ങളിപ്പോൾ സയൻസ് സബ്ജക്ട് എടുത്ത് അതിന്റെ കുറെ പ്രാക്ടിക്കൽസ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത്രയധികം എഫോർട്ട് അവിടെ ഇടേണ്ട കാര്യം വരുന്നില്ല. ഇപ്പൊ സിവിൽ സർവീസ് എക്സാം എഴുതിയ ആളുകൾ, ഇപ്പൊ IAS IPS എഴുതിയ ആളുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരെടുത്ത സബ്ജക്ട് പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും ടോപ്പ് റാങ്കിൽ വന്നിരിക്കുന്നതിൽ തന്നെ കൂടുതൽ ആളുകളും എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ, ലാംഗ്വേജ് തുടങ്ങിയ സബ്ജക്റ്റുകളാണ് അവർ എടുത്തിരിക്കുന്നത്. കാരണം സിവിൽ സർവീസ് എക്സാമിന് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുക്കുന്ന സമയത്താണെങ്കിൽ, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുവാണെങ്കിൽ. അപ്പൊ നിങ്ങളൊരു സയൻസ് പഠിച്ച ശേഷം വീണ്ടും ഈ സബ്ജക്ട്സ് ആദ്യം തൊട്ട് ഇതിന്റെ ബേസിക്സ് തൊട്ട് പഠിച്ചെടുക്കണം എന്നുള്ള കാര്യം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഓൾറെഡി ഒരു ബേസിക്സ് ഉള്ള ആളെ സംബന്ധിച്ചാൽ സബ്ജക്ട് പേപ്പർ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതൽ ആളുകളും ഈവൻ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾ പോലും സിവിൽ സർവീസ് എക്സാമിലെ റാങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും അവർ സബ്ജക്ട് പേപ്പർ എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ഇക്കണോമിക്സോ പൊളിറ്റിക്സോ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പൊ കൊമേഴ്സ് എടുത്താൽ നിങ്ങൾ ആ ഒരു സബ്ജക്ട് ബേസിക്സ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത്ര എഫോർട്ട് അവിടെ ഇടേണ്ട വരില്ല, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ആ സബ്ജക്ട് ആദ്യം തൊട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ബേസിക്സ് ഉണ്ട് ഏത് സബ്ജക്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് സിവിൽ സർവീസ് ഒക്കെ ഡ്രീം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, അപ്പൊ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കോച്ചിങ് കാര്യങ്ങൾ എടുക്കാം അല്ലെ. ഇപ്പൊ കാരണം കൊമേഴ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം അധികം പ്രാക്ടിക്കൽസോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ യു ഗെറ്റ് ലോട്ട് ഓഫ് ടൈം, കുറച്ചുകൂടെ ടൈം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങളൊരു ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ്ങും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെ ഇപ്പൊ സ്കൂളുകൾ തൊട്ട് നമ്മൾ കോച്ചിങ് എടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഈവൻ ഞാൻ പറയുന്നത് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കോച്ചിങ്ങും കൂടെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും രണ്ടിനും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം. കൊമേഴ്സ് എടുത്താണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടി ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. അപ്പൊ ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ അവിടെ ഇടുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡിഗ്രി കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാംസിലോട്ട് അല്ലെങ്കിൽ എക്സാംസ് എഴുതി തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു അതിനോടൊപ്പം തന്നെ ഈ കോച്ചിങ്ങും കൂടെ കൊണ്ടുപോവുകയും ആ ഒരു ബേസിക്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാംസ് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അത് മാത്രമല്ല നമ്മൾ റെയിൽവേയിലോട്ട് നോക്കുവാണെങ്കിൽ അല്ലെ, കൊമേഴ്ഷ്യൽ ക്ലർക്ക്, അക്കൗണ്ടിംഗ് ക്ലർക്ക് തുടങ്ങി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിന്റെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB നടത്തുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിംഗ് തുടങ്ങിയ സബ്ജക്ട് അറിയാവുന്ന ആളുകളെ കാത്തിരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, ഇനി അടുത്താണ് ബാങ്കിങ് ജോബ്. ബാങ്ക് എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സ് ആയിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്കിലെ പ്രൊബേഷണറി ഓഫീസർ, ക്ലർക്ക്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തുടങ്ങിയ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പൊ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ഡെഫിനറ്റ്ലി ചിലപ്പോൾ ഡിഗ്രി മതി, ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് ഈ എക്സാംസ് എഴുതണമെങ്കിൽ നമുക്ക് പറയുന്ന ക്വാളിഫിക്കേഷൻ. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റും. സോ വൺസ് യു ഗെറ്റ് ഇൻ ടു ദ ജോബ്, ആ ജോബിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ എക്സൽ ചെയ്യാനുണ്ട്. കാരണം നിങ്ങൾക്ക് കൊമേഴ്സ് പഠിച്ച ആളുകളെ സംബന്ധിച്ച് അക്കൗണ്ടൻസി അറിയാം, ഇക്കണോമിക്സ് കാര്യങ്ങൾ അറിയാം, മാർക്കറ്റിൽ തുടങ്ങിയ കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്നുള്ളത്, എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല ആ ജോബ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ബേസിക്സ് അറിയാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ നടന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്, എന്താണ് ചെയ്യുന്നത്, എന്ത് മൂവ്മെന്റ് ആണ് നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ജോബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് എക്സൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളെക്കാൾ കൂടുതൽ എക്സൽ ചെയ്യാനായിട്ട് വരും. അപ്പൊ പ്രൊമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ തരുന്നത് ഡെഫിനറ്റ്ലി കൊമേഴ്സ് പഠിച്ച ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്കാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇത് നിങ്ങളെ കാത്തിരിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കേരള ഗവൺമെന്റ് ജോബ്, സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾ മാത്രമല്ല നമ്മൾ നോക്കുന്ന സമയത്ത് ആയിക്കോട്ടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ LIC നടത്തുന്ന എക്സാംസ്, അതുപോലെ പബ്ലിക് സെക്ടറിലേക്ക് ഫാക്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, KSEB, KSRTC തുടങ്ങിയ അല്ലെങ്കിൽ കേരള ബാങ്ക് തുടങ്ങിയ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓർഗനൈസേഷൻസ് കൊമേഴ്സിലെ ഫിനാൻസ് ഗ്രാജുവേറ്റ്സ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഫീൽഡുകളാണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സിൽ ഫിനാൻസിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ മിസ് വീണ്ടും പറയുന്ന ഒരു കാര്യം ഇതാണ്,
കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൊമേഴ്സ് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് മേഖലകളിൽ മാത്രമല്ല ഇന്ത്യയുടെ ഗവൺമെന്റ് മേഖലയിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതാണ് എന്നൊരു കാര്യം ഇപ്പോഴേ മനസ്സിലാക്കി അതിനുള്ള കോച്ചിങ് ഇപ്പൊ സയൻസ് സബ്ജക്റ്റിനേക്കാളും ഞാൻ പറയുന്നു വീണ്ടും കൊമേഴ്സ് എടുത്ത ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഡിഗ്രി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കോച്ചിങ് കാര്യങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സമയമുണ്ട്. നിങ്ങൾ എഫോർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള സമയവും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ദെൻ നിങ്ങളൊരു ജോബിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം അക്കൗണ്ടിങ് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളാണ്. അവിടെ കൂടുതൽ എക്സൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ കാത്ത പ്രൈവറ്റ് സെക്ടറിലെ ജോബുകൾ മാത്രമല്ല ഒരുപാട് ഗവൺമെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇത്രയധികം ഡിമാൻഡിങ് ആയിട്ട് ഒരു സബ്ജക്റ്റ് ആയി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ റീസണും എന്താണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് കൊമേഴ്സ് മാറുകയാണ്. കാരണം ഒരേപോലെ പ്രൈവറ്റ് സെക്ടറിലും അതേപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാൻ പറ്റും. ഗവൺമെന്റ് ജോബ് ആയിക്കോട്ടെ പ്രൈവറ്റ് ജോബ് ആയിക്കോട്ടെ നിങ്ങളെ കാത്ത ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വേണ്ട ഒരു എഫേർട്ട് ഇടുക എന്നുള്ളത് മാത്രമാണ്. സോ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊരു കാര്യം നിങ്ങൾ അവിടെ ഡിസൈഡ് ചെയ്യുക. ആൻഡ് ദെൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുക. സോ വൺസ് യു ഹാവ് എ കമ്മിറ്റ്മെന്റ്, നിങ്ങൾക്ക് ആ ഒരു ജോബിനോട് ഈ ജോബ് കിട്ടണം എന്നതിനോട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ്, നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് ദെൻ അങ്ങനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ബി സക്സീഡ് ഇൻ യുവർ ലൈഫ്. ഓക്കെ, അപ്പൊ നിങ്ങളെ കാത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഷുഡ് ബി റെഡി ടു ഹാർഡ് വർക്ക്. അല്ലെ, ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓക്കെ, ഇപ്പൊ കൊമേഴ്സ് എടുത്തു അല്ലെങ്കിൽ കൊമേഴ്സ് ചെയ്യാൻ പഠിച്ചല്ലോ എന്നോർത്ത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട. കാരണം നിങ്ങളെ കാത്ത് അനേകം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് എടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് റെഡി ചെയ്യുക, നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, എവിടെയാണ് നിങ്ങളുടെ ഗോൾ എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കി നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ നിങ്ങളെ കാത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിക്കും. ഇനി ഏതെങ്കിലും മറ്റു ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ സംശയവും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.